എല്ലാ കൊല്ലവും പെസഹ കാലത്ത് ഭക്തരായ യഹൂദരൊക്കെ ജെറുസലേം ദേവാലയത്തിൽ പോകാറുണ്ട്. 12 വയസ്സായപ്പോൾ ഈശോയും കാരണവന്മാരുടെ കൂടെ പോയി. തിരുനാൾ കഴിഞ്ഞു. ബന്ധുക്കളും സ്നേഹിതരും ഒന്നിച്ച് മേരിയും ജോസഫും നസ്രത്തിലേക്ക് തിരിച്ചു പോരുകയായിരുന്നു. ഒരു ദിവസത്തെ വഴി പോന്നു കഴിഞ്ഞു. അപ്പോൾ ഈശോയെ കാണാനില്ല. അവർക്ക് പകപ്പായി, പരിഭ്രമമായി. മേരിയും ജോസഫും ജെറുസലേമിലേക്ക് തിരിച്ചു പോന്നു. കഠിനമായ ഹൃദയവ്യതയോടെ നഷ്ടപ്പെട്ട കുഞ്ഞിനെ തേടി അവർ 2 ദിവസം ആൾക്കൂട്ടത്തിൽ അലഞ്ഞു നടന്നു. 3-ാം ദിവസം അവർ ദേവാലയത്തിലേക്ക് കയറി ചെന്നു. നിയമപണ്ഡിതന്മാരുടെ ഇടയിൽ തങ്ങളുടെ മകൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവർ കണ്ടു. മകനെ കണ്ടുകിട്ടിയപ്പോൾ അവർക്ക് അത്യധികം ആനന്ദമുണ്ടായി. ഹൃദയവ്യത കൊണ്ട് വികാരഭരിതയായ മേരി ഓടിച്ചെന്ന് മകനെ ആലിംഗനം ചെയ്തുകൊണ്ട് ചോദിച്ചു, "എൻ്റെ മകനെ, എന്തുകൊണ്ട് നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു? എന്തുമാത്രം ദുഃഖത്തോടു കൂടിയാണെന്നോ ഞാനും നിന്റെ പിതാവും നിന്നെ അന്വേഷിച്ചു കൊണ്ടിരുന്നത്." ഉണ്ണിയേശു സ്നേഹത്തോടുകൂടി കാരണവന്മാരുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് പറഞ്ഞ മറുപടി അവരെ അത്ഭുതപ്പെടുത്തി. "അമ്മേ, നിങ്ങൾ എന്തിനെ എന്നെ അന്വേഷിച്ചു? ഞാൻ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ?" ഇതുവരെ ഈശോ മറ്റെന്തെങ്കിലും ഒരു കുട്ടിയെപ്പോലെ മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. പക്ഷേ ഈ സംഭവം മാതാപിതാക്കളെ ചിന്തിപ്പിച്ചു. തങ്ങളുടെ മകൻ വലുതായിരിക്കുന്നുവെന്നൊരു തോന്നൽ അവർക്കുണ്ടായി. ലോകത്തിൻ്റെ ദൈവവും രക്ഷകനുമാണവൻ എന്നറിയാവുന്നതുകൊണ്ട് രക്ഷാകർമ്മം നിർവഹിക്കാൻ അവനേറെ കഷ്ടപ്പെടേണ്ടതായി വരും എന്നവർ മനസ്സിലാക്കാൻ തുടങ്ങി. പക്ഷേ ഈശോ അവരുടെ കൂടെ നസ്രത്തിലേക്ക് പോയി. അവർക്ക് വിധേയനായി ജീവിച്ചു. 18 വർഷക്കാലത്തേക്ക് അവിടുന്ന് അജ്ഞാതമായൊരു ജീവിതമാണ് കഴിച്ചത്. പക്ഷേ അക്കാലത്തെല്ലാം മേരി പലപ്പോഴും ഈശോ പറഞ്ഞ വാക്കുകളെപ്പറ്റി ധ്യാനിച്ചു. ആ അമ്മ എപ്പോഴും മകൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ ഇക്കാല ജീവിതത്തെപ്പറ്റി സുവിശേഷത്തിൽ ഒതുക്കി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈശോ അങ്ങനെ പ്രായത്തിനൊത്ത ജ്ഞാനത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചു.